എല്ലാവർക്കും നമസ്കാരം കേട്ടോ. സൂറിക് എന്ന മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റിയുടെ ലേക്ക് സൈഡിലായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ചൈനീസ് ഗാർഡൻ കാണാനായിട്ട് ഇന്നത്തെ നമ്മുടെ യാത്ര. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റ് ട്രെയിനിലും ബസ്സിലും ട്രാമിലൊക്കെ കയറിയിട്ട് വേണം കേട്ടോ ചൈനീസ് ഗാർഡനിലേക്ക് എത്താൻ. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് ബെൽവ്യൂ എന്നാണ്. പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. എന്തായാലും നമുക്കിപ്പോൾ ബെൽവ്യൂ എന്ന് പറയാം. നമ്മൾ ബസ് സ്റ്റോപ്പ് തപ്പി നടക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് ഒരു ബസ് കയറിയാലാണ് നമുക്ക് ഈ ചൈന ഗാർഡൻ്റെ മുന്നിൽ ഇറങ്ങാൻ പറ്റുക. ഞങ്ങൾ ഈ ഏരിയയിലേക്കൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. കാരണം ഇത് സൂറിക്ക് തന്നെയുള്ള ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ സൂറിക്കിലെ എല്ലാ ഏരിയയും നമ്മളിപ്പോഴും കവർ ചെയ്തിട്ടില്ല. പല ഏരിയകളും നമ്മൾ പോകാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ കണ്ടു തീർത്തുകൊണ്ടിരിക്കുകയാണ്. സൂറിക്ക് നഗരം കാണാൻ തന്നെ അതിമനോഹരമാണ് കേട്ടോ. കണ്ടോ, ബിൽഡിങ്സൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇതൊരു ലേക്ക് ഷോർ കൂടിയാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബിൽഡിങ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് ഒരു ലേക്കാണ്. നല്ലൊരു സമ്മറിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്വിറ്റ്സർലാൻഡ്. അതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞ ഏരിയകളാണ് ഇവിടെ എല്ലായിടത്തും. ഇതുപോലുള്ള വാട്ടർ ഫൗണ്ടൻസ് ഒരുവിധം എല്ലാ നഗരങ്ങളിലും കാണാം കേട്ടോ. നഗരങ്ങളിൽ മാത്രമല്ല എല്ലായിടത്തും കാണാം. ഇപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പ് തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല ബസ് സ്റ്റോപ്പ് എവിടെയാണെന്നുള്ളത്. ഇവിടെ മുഴുവൻ ട്രാം സ്റ്റേഷനാണ്. ഇവിടെ ട്രാംസ് മാത്രമേ വരുള്ളൂ. ബസ് സ്റ്റോപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വാഹനങ്ങളെല്ലാം വളരെ അച്ചടക്കത്തോട് കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം ഈ കാറ് പോകുന്ന അതേ റോഡിലൂടെ തന്നെയാണ് ട്രാമുകൾ പോകുന്നത്. അതേ റോഡുകളിൽ തന്നെയാണ് ബസ്സുകൾ പോകുന്നത്. ബസ്സുകൾ ഭൂരിഭാഗവും ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള ബസ്സുകളാണ്. കണ്ടോ, നിങ്ങൾക്ക് മുകളിലൂടെ ലൈൻസ് പോകുന്നത് കാണാം. ട്രാമിൻ്റെയും ഇതിൽ കണക്ട് ചെയ്ത് പോകുന്ന ബസ്സുകളും ഇവിടെയുണ്ട്. അതായത് ഡയറക്റ്റ് ലൈനിൽ നിന്ന് കറണ്ട് എടുത്ത് പോകുന്ന ബസ്സുകളും ഉണ്ട്, ബാറ്ററിയിൽ പോകുന്ന ബസ്സുകളും ഉണ്ട്. ഇത് ഇവിടെ ഒരു സർക്കസ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ടെൻറ്റാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. അത് ഇവിടുത്തെ നാഷണൽ സർക്കസാണ്. ഈ ഒരു മാർച്ച് തൊട്ട് ജൂൺ വരെയോ മെയ് തൊട്ട് ജൂൺ വരെയോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ കാലാവധി ടൈം ഉണ്ടാവുക. ആ ടൈമിലാണ് ഇവിടെ ഈ സർക്കസ് ഉണ്ടാവുക. എല്ലാ വർഷവും വരുന്ന സർക്കസാണ്. അതതിൻ്റെ ടെൻറ്റാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. വലിയൊരു സെറ്റപ്പാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു സർക്കസിൻ്റെ കൺസെപ്റ്റ് അല്ല കേട്ടോ ഇവിടെ കൂടുതലും പെർഫോമൻസുകളാണ് വരുന്നത്. അതായത് ഡാൻസ് പോലെയുള്ള കോമഡികൾ പോലെയുള്ള അങ്ങനത്തെ പെർഫോമൻസിനാണ് ഇവിടെ സർക്കസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഈ ബെൽവ്യൂ എന്ന് പറഞ്ഞ സ്ഥലം നല്ല അടിപൊളി ഒരു ലേക്ക് ഷോർ ഏരിയ ആണ് കേട്ടോ. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് ഇവിടെ. ഇന്ന് സൺഡേ ആയിട്ടും ഈ ഏരിയയിൽ ഷോപ്സൊക്കെ ഓപ്പണാണ് കേട്ടോ. അതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ തിരക്ക് കാരണം കൊണ്ടാണ്. അത്യാവശ്യം ക്രൗഡഡ് ആണെന്ന്. ഒരുപാട് പേര് ഫാമിലി ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. സമ്മർ ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളെല്ലാം ഭൂരിഭാഗവും പുറത്തിറങ്ങുന്ന ഒരു ടൈം കൂടിയാണ് ഇത്. നല്ല വേവ്സ് ഉണ്ട് കേട്ടോ ഈ ലേക്കിൽ. നന്നായി കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വേവ്സ് ഉണ്ട്. നല്ലൊരു ബ്രിഡ്ജ് ഇതിൻ്റെ കുറുകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലേക്കിന് കുറുകെ ഒരുപാട് ബ്രിഡ്ജസ് ഉണ്ട് കേട്ടോ. നമ്മുടെ സൂറിക്ക് ടൗണിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ലിൻഡൻഹോഫിൻ്റെ അവിടെ കാണുന്ന അതേ ഒരു റിവർ തന്നെയാണിത്, അല്ലെങ്കിൽ ലേക്ക് തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി രണ്ട് തീരങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പാലങ്ങൾ ഈ ഒരു തടാകത്തിന് കുറുകെ ഉണ്ട്. ഒരുപാട് ഡക്സും സ്വാൻസും ഒക്കെ ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഓളയിട്ട് മീനിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ തീരത്ത് കണ്ടോ ഒരു കലാകാരൻ നിന്ന് ഇങ്ങനത്തെ ഒരുപാട് സ്ട്രീറ്റ് പെർഫോമൻസിന് നമുക്കിവിടെ കാണാം. അയാൾ നല്ല രീതിയിൽ വയലിൻ വായിക്കുന്നുണ്ട്. കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെയുള്ള എല്ലാ ലേക്സിലും ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. അതാ ഇവിടെയുണ്ട് ബോട്ടുകൾ. അങ്ങനെ നമ്മൾ അവിടുന്ന് ബസ്സെല്ലാം കയറി ചൈനീസ് ഗാർഡൻ്റെ മുൻപിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ചൈനീസ് ഗാർഡൻ എന്ന് പറയുന്ന ആ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ നടക്കണം. വളരെ അടുത്ത് തന്നെയാണ്, അധികം നടക്കാനൊന്നുമില്ല. ആ ഒരു ലേക്കിൻ്റെ ഭാഗം തന്നെയാണ് ഇത്. ഇവിടെ ഇപ്പോൾ നമ്മൾ നേരെ കാണുന്നതും ലേക്ക് തന്നെയാണ്. ആ ലേക്കിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇവിടെ നല്ല മനോഹരമായ പുൽത്തകടിയാണ് കേട്ടോ. അവിടെ വേറൊരു ടൗണിൻ്റെ പ്രതീതിയാണ്. റോഡാണ് പറയുന്ന സൈഡിലൂടെ പോകുന്നത്. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ ഇവിടെ ഒരു ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട്, ഗാർഡനല്ല ഒരു പുൽത്തകിടി സെറ്റ് ചെയ്തിട്ട് അവിടെ ആളുകൾ ഒരുപാട് പേര് വിശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയുള്ള ആളുകളൊക്കെ അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കലും കളിക്കലും അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ എൻട്രൻസ് തപ്പി നടക്കുകയാണ് കേട്ടോ. ഇതാണ് ചൈനീസ് ഗാർഡൻ്റെ മതിലുകളാണിത് കാണുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഈ പറയുന്ന ഗാർഡൻ.
ഇത് അതിൻ്റെ ഒരു സൈഡിലെ മതിലുകളാണ് കേട്ടോ. നമ്മൾ പോയ വഴിയല്ല എൻട്രൻസ്. അവിടെ നിന്ന് തിരിച്ച് വന്ന് കുറച്ച് മുന്നിലോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെയാണ് എൻട്രൻസ് വരുന്നത്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഈ ഒരു ഭാഗത്താണ് എൻട്രൻസ് വരുന്നത്. ഈ ഗാർഡൻ എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിലൊരു കോമ്പൗണ്ടിനുള്ളിലാണ്. ആ കോമ്പൗണ്ട് തന്നെ ചൈനീസ് മാതൃകയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയാണ് കേട്ടോ ചൈനീസ് ഗാർഡൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതാണ് എൻട്രൻസ്. നമുക്കിതിലൂടെ ഉള്ളിലോട്ട് കയറാം. ഇതിലൂടെ തന്നെയാണ് പുറത്തോട്ടും ഇറങ്ങുക. ഈ ഒരൊറ്റ വഴി തന്നെയുള്ളൂ ഇതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല പുൽത്തകിടിയാണ്. അപ്പോൾ അവിടെ തന്നെ കാണാൻ പറ്റും. അതിൽ ഒരുപാട് പേര് വിശ്രമിക്കുന്നുണ്ട്, കുറേ പേര് അവിടെ കളിക്കുന്നുണ്ട്. നല്ലൊരു സ്ഥലം, നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ എൻട്രൻസ് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. 3 ഫ്രണ്ട്സ് ഇൻ വിൻ്റർ. അതായത് ചൈനീസുകാർ കൂടുതലായിട്ടും ആരാധിക്കുന്ന 3 മരങ്ങളാണ് പൈൻ, ബാംബു, പ്ലം ബ്ലോസം അല്ലെങ്കിൽ ചെറി ബ്ലോസം എന്ന് പറയുന്ന ചെടികൾ. അതിനൊരു റീസൺ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സ്ട്രോങ് വിൻ്ററിലും ഈ 3 ചെടികൾക്കും യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അത് അതിൻ്റെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് പോകുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ചൈനീസുകാർ ഏറ്റവും കൂടുതലും ആരാധിക്കുന്ന 3 മരങ്ങളാണ് ഈ പറയുന്ന 3 മരങ്ങൾ. എനിക്ക് തോന്നുന്നു അത്തരം മരങ്ങളാണ് ഈ ഒരു ഗാർഡൻ്റെ ഉള്ളിൽ കൂടുതലും ഉള്ളത്. ഈ ഗാർഡന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അതായത് ഇത്തരത്തിലുള്ള ചൈനീസ് ഗാർഡൻ പല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൽ ചൈനയ്ക്ക് വെളിയിലുള്ള ഹയസ്റ്റ് റാങ്കിങ് ഉള്ള ഒരു ചൈനീസ് ഗാർഡനാണ് കേട്ടോ സൂറിക്കിലുള്ള ഈ ഗാർഡൻ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഗൂഗിൾ പറയുന്നത് 1993 ഇത് ആക്ച്വലി ഒരു ഗിഫ്റ്റാണ് കേട്ടോ. അതായത് ചൈനയുടെ ഒരു കുമിങ് എന്ന് പറയുന്ന യുനാൻ പ്രൊവിൻസിലുള്ള ഒരു സിറ്റിയുടെ ഗിഫ്റ്റാണ് ഈ പറയുന്ന ഗാർഡൻ. അതെന്തുകൊണ്ടെന്നാൽ സൂറിക്കിൻ്റെ ടെക്നിക്കൽ അസിസ്റ്റൻസ്, അതായത് ഈ കുമിങ് എന്ന് പറയുന്ന സിറ്റിയിലെ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റം പണി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് സൂറിക്കിൽ നിന്ന് കൊടുത്ത ടെക്നിക്കൽ അസിസ്റ്റൻസിൻ്റെ ഗിഫ്റ്റ് എന്ന വണ്ണം ചൈനയിലെ കുമിങ് എന്ന് പറയുന്ന ആ ഒരു സിറ്റി പണിയിച്ച ഒരു ഗാർഡനാണ് കേട്ടോ ഈ ഗാർഡൻ. നല്ല വലിയൊരു പോണ്ടും അതുപോലെ തന്നെ അതിനെ ചുറ്റിക്കിടക്കുന്ന കുറേ ഏരിയകളും പെവിലിയൻസും ഒക്കെയാണ് ഈ ഒരു ഗാർഡൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ. ഭയങ്കര സൈലൻ്റാണ്. ഈ ബ്രിഡ്ജൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ദേവുട്ടി കുറച്ച് ഫോട്ടോസിന് വേണ്ടി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതിൻ്റെ മുകളിൽ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുള്ള ഫോട്ടോസായിരുന്നു. മൊത്തത്തിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫോട്ടോജനിക്കാണ്. നല്ല 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 ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. പിന്നെ ഇതൊരു ടെമ്പിൾ ഗാർഡനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഡോഗ്സിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രവേശനമില്ല. ഞാൻ മുൻപ് വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇവിടെ ഡോഗ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം എല്ലാ ഏരിയകളിലും എല്ലാ സ്ഥലങ്ങളിലും ഡോഗ്സിനെ കൊണ്ടുപോകാം. ഷോപ്പുകളിലാണെങ്കിലും ഷോപ്പിംഗ് മാളുകളിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും എല്ലായിടത്തും ഡോഗ്സിനെ പ്രവേശിപ്പിക്കാം. പക്ഷേ ഈ ഒരു സ്ഥലം ഇതൊരു ആരാധന ആലയമായിട്ട് തന്നെ കണക്കാക്കുന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ ആനിമൽസിനൊന്നും കൊണ്ട് ഉള്ളിലോട്ട് കിടക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ എൻട്രൻസ് ഫീസോ കാര്യങ്ങളൊന്നുമില്ല, തികച്ചും ഫ്രീ ആണ്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാം. കാലത്ത് 11 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് ഈ ഒരു സമ്മർ സീസണിൽ ഇവിടെ ഓപ്പൺ ആയിട്ടിരിക്കുക. വിൻ്റർ സീസണിൽ ടൈമിങ്ങിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മരങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ 3 മരങ്ങളാണോ ചോദിച്ചാൽ എനിക്കറിയില്ല, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന ആല് പോലെയുള്ള മരങ്ങളൊക്കെ ഉണ്ട്. തടി കണ്ടിട്ട് ആലാണെന്ന് തോന്നുന്നില്ല, പക്ഷേ ഇലകൾ കണ്ടിട്ട് ആലിൻ്റെ പ്രതീതി തരുന്ന ചില മരങ്ങളൊക്കെ ഉണ്ട്. വലിയ തടിയുള്ള മരമൊക്കെ ആ മരത്തിൻ്റെ ഇലയൊക്കെ നമുക്ക് ആലിൻ്റെ ഇല പോലെയാണ് തോന്നുന്നത്. പിന്നെ എന്താണ് ആ പുറത്ത് എഴുതി വെച്ച കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴത്തൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ടെമ്പിൾ. അപ്പോൾ ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ ഫ്രണ്ട് സൈഡ് അധികം വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ല. അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് പ്രതിഷ്ഠകളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്താണ് ഇവരുടെ ആരാധന എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. ചൈനീസ് രീതിയിലുള്ള ആരാധനയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിൽ പോലെ വിഗ്രഹങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണുന്നില്ല.
ഒരു സ്പേസ് മാത്രം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ അതിൻ്റെ ഉൾഭാഗമൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു വ്യൂ കിട്ടും. നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഇത് അത്ര വലിയൊരു സ്ഥലമൊന്നുമല്ല കേട്ടോ, അത്രയധികം ഏരിയ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ആ കോമ്പൗണ്ട് വാൾ നടത്ത് നമ്മൾ കണ്ടില്ലേ. നമ്മൾ ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ മൊത്തം കണ്ടു. കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഒരു 3/4 മണിക്കൂറോളം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ടോ. പുറത്ത് നല്ല ഇതുപോലെയുള്ള നല്ല പുൽത്തകടിയാണ്. ഇവിടെ ആളുകൾ ഒരുപാട് പേര് കളിക്കുന്നുണ്ട്. ഇവിടെ ആളുകൾ ഡോഗ്സിനെ കൊണ്ട് വന്നിട്ട് അവിടെ വിട്ടിട്ടുണ്ട് കണ്ടോ. ദേവുട്ടി ആ ഡോഗ്സിനെ കണ്ടപ്പോൾ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരുടെ കയ്യിലും ഡോഗ്സ് ഉണ്ടായിരിക്കും. ഭയങ്കര ഡോഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കൺട്രിയാണ് സ്വിറ്റ്സർലാൻഡ്. പൊതുവെ യൂറോപ്യൻസ് അങ്ങനെയാണ്, യൂറോപ്യൻ കൺട്രീസും അങ്ങനെ തന്നെയാണ്. എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും ഡോഗ്സ്. അപ്പോൾ ഇവിടെ ഒരു ഷോപ്പ് കണ്ടു ഞങ്ങൾ. അപ്പോൾ അവിടെ ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷേ അവിടെ ഐസ്ക്രീംസ് മാത്രമേ ഉള്ളൂ. ദേവുട്ടിക്കാണെങ്കിൽ ഓൾറെഡി കോൾഡാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ നിന്നില്ല. അപ്പോൾ നമ്മൾ ആ ലേക്കിൻ്റെ സൈഡിലേക്ക് ഒന്ന് പോയി. അപ്പോൾ ലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കര വിൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല വേവ്സ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കടലിൽ തിരടിക്കുന്ന പോലെ വേവ്സ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ലേക്കിൽ. നല്ല ശബ്ദമുണ്ട്. ഒരുപാട് ബോട്ട്സൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. സൈഡിലല്ല, സെൻട്രലായിട്ട് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ തണുപ്പുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ജാക്കറ്റൊന്നും എടുക്കാണ്ടാണ് ഇറങ്ങിയത്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഷോപ്പ് കിട്ടിയിട്ടോ. അതൊരു ചൈനീസ് ഷോപ്പാണ്. ഇവിടെ അത്യാവശ്യം ചെറിയ രീതിയിൽ ഫുഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബോർഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എല്ലാം ജർമ്മനിലാണ്. പിന്നെ ചൈനീസ് ഫുഡ്സാണ്. നമുക്ക് അത്ര പരിചിതമായ ഫുഡല്ല. അപ്പോൾ ഞങ്ങളെന്തായാലും ഒരു മെനു കാർഡിൽ നിന്ന് ഒരു നൂഡിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ ഭക്ഷണമൊന്നും കഴിക്കാത്ത ദേവുട്ടിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ അത് ആ ഒരു ചടങ്ങ് തീർക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയതാണ്. അപ്പോൾ നമ്മുടെ ചൈനീസ് സ്റ്റൈല് ചിക്കൻ എഗ് നൂഡിൽസ് വന്നിട്ടുണ്ട്. അത്യാവശ്യം ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ഓയിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റി ആയിരുന്നു. അത്യാവശ്യം ഞങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ കഴിച്ചു. പിന്നെ നല്ല മഴ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങുമ്പോൾ മഴ ഇല്ലെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ ചാറി. പിന്നെ ഒരു അമ്പർല ചുവട്ടിലാണ് നമ്മുടെ ടേബിൾ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അവിടെ നിന്ന് നീറ്റിട്ട് ഞങ്ങൾ ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് നിൽക്കുകയാണ് കേട്ടോ, മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അങ്ങനെ മഴ ഒന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി തിരിച്ച് നമ്മൾ ട്രാമിലാണ് പോകുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ട്രെയിനിൽ വന്ന് പിന്നെ ബസ്സിലാണ് ഇങ്ങോട്ട് വന്നത്. ഇനി തിരിച്ച് നമുക്ക് ട്രാമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ട്രാം കിട്ടും. അപ്പോൾ ട്രാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ട്രാം വന്നു കേട്ടോ. നമ്മളിവിടുന്ന് ഈ ട്രാമിൽ കയറി നേരെ സൂരജ് HB, അവിടെ നിന്ന് നേരെ നമ്മുടെ വീട്ടിലോട്ട്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ. ഈ ഒരു കുഞ്ഞ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.